ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് PJ ജോർജ് ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ 2 മക്കളും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടും അതേപോലെ തന്നെ താൻ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു മകൾക്ക് വേണ്ടി. അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും അതിൻ്റെ എല്ലാ തടസ്സവും മാറി ഏറ്റവും അനുഗ്രഹത്തോടെ അത് വേഗത്തിൽ വാങ്ങുവാനുള്ള വഴികൾ തുറക്കേണ്ടതിനായിട്ടും തന്നെയും കുടുംബത്തെ ദൈവം മാനിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് PJ ജോർജ് ബ്രദറിൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്കൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാകേണ്ടതിനായിട്ട് എല്ലാവരും എൻ്റെ കൂടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. തമ്പുരാനെ, ഒരു വലിയ വിടുതൽ നടക്കേണ്ടതിനായിട്ട് കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് PJ ജോർജ് ബ്രദറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഇവരെ ദൈവം കാക്കണമേ, ഇവരെ ദൈവം കരുതണമേ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം അവർ അനുഭവിക്കുവാനായി കർത്താവേ, അങ്ങ് തന്ന വിടുതലുകൾക്കായി, അങ്ങ് തന്ന അത്ഭുതത്തിനായി ഞങ്ങൾ ഈ പ്രാരംഭത്തിൽ നന്ദി പറയുന്നു. കർത്താവേ, എങ്കിൽ ആ പ്രോപ്പർട്ടി വാങ്ങുവാൻ അതിൻ്റെ വഴിയെ തുറക്കേണ്ടതിനായിട്ടും മകളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും തൻ്റെ തലമുറ, തൻ്റെ മകൻ ഹല്ലേലൂയ അത്ഭുത വിടുതലിലേക്ക് അവർക്കൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാകേണ്ടതിനായി പൂർണ്ണ ഒരു വിടുതൽ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടല്ലോ കടക്കാനല്ലാത്ത ദൈവം ഒരത്ഭുതം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതലിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡോട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം മുതൽ ഒരുമിച്ച് എൻ്റെ കൂടെ. ഹല്ലേലൂയ. സ്നേഹത്തിൽ ഒരുമിച്ചൊന്ന് കരവൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പറയാം. ഹല്ലേലൂയ. സ്നേഹത്തിൽ ഭയമില്ല. നിങ്ങളും ദൈവവും സ്നേഹത്തിലാണ് നിൽക്കുന്നെങ്കിൽ ആ സ്നേഹത്തിനകത്ത് ഭയം കൊണ്ടുവരാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയ പഴയ നിയമം മുതൽ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം വരെയും ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, ദൈവത്തിന് വേണ്ടി നിന്ന ഭക്തന്മാർക്ക് വേണ്ടി ഏത് പ്രതിസന്ധിയിലും ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരായത് സിംഹക്കുഴിയാണെങ്കിലും, അത് ചെങ്കടലിൻ്റെ മുമ്പിലാണെങ്കിലും, അത് എരിഹോവിൻ്റെ മുമ്പിലാണെങ്കിലും, ഗോലിയാത്തിൻ്റെ മുമ്പിലാണെങ്കിലും, ഹല്ലേലൂയ അഗ്നിജാലയുടെ നടുവിലും, ഹല്ലേലൂയ പത്മോസിലാണെങ്കിലും, ഹല്ലേലൂയ ഈശാന മൂലമെന്ന കൊടുങ്കാറ്റിൻ്റെ നടുവിലാണെങ്കിലും എൻ്റെ കർത്താവ് തൻ്റെ ഭക്തന്മാരെ വിട്ടു നിൽക്കാൻ തയ്യാറല്ല. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പദം നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുണ്ടാകൽ തികഞ്ഞ സ്നേഹം. അപ്പം ഭയത്തിന് എന്തുകൊണ്ട്? അവകാശങ്ങളുണ്ട്. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഭയം ചിലതിനെ അവകാശം പറയുക, അല്ലെങ്കിൽ ദണ്ഡനം കൊണ്ടുവരും. അപ്പൊ ക്രിസ്ത്യാനികളായിരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന ഓരോരുത്തരും ഇന്നും പലതിൻ്റെയും ജീവിതത്തിനകത്ത് ജയം പ്രാപിക്കാത്തതിൻ്റെ കാര്യങ്ങളിൽ ഒന്ന്, പല മേഖലകളിൽ ഭയപ്പെടുന്നവർ ഇതിനകത്ത് നിൽപ്പുണ്ട്. പല മേഖലയിൽ ഭയപ്പെടുന്നവർ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഭയമുള്ളവരെ കരവൊന്ന് കാണട്ടെ. എൻ്റെ ജീവിതത്തോട് ദൈവം സംസാരിച്ചതാ. ഭയം, ഞാനും നിങ്ങളും ഹല്ലേലൂയ കേൾവി ശക്തിയുള്ളവരാണ്, കാഴ്ച ശക്തിയുള്ളവരാണ്. ഈ 2 മേഖലയിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, പ്രധാനമായും എൻ്റെയും നിങ്ങളുടെ മേളിൽ ഭയം വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. കാണുന്ന മണ്ഡലങ്ങളിൽ ഭയം വ്യാപരിക്കും. പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ഒരു യാത്രയിൽ വഴിമധ്യത്തിൽ വെച്ച് ആക്സിഡന്റ് വന്നു. ഭയം ഉള്ളിൽ തട്ടാം. ആക്സിഡന്റ് മൂലം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പോകുന്ന വഴിയിൽ തന്നെ മറ്റു വാഹനങ്ങൾ ആക്സിഡൻ്റായി. ആ ആക്സിഡന്റ് എനിക്ക് വരുമോ എന്നുള്ള ഒരു ഭയം എൻ്റെ അകത്ത് വരാം. ഹല്ലേലൂയ. അയലത്തുകാർക്ക് ഒരു രോഗം വന്നു. ഹല്ലേലൂയ. ആ രോഗം, ആ കാഴ്ചയിൽ എനിക്കും വരുമോ എന്നുള്ള ഭയം എൻ്റെ അകത്ത് തട്ടാം. ഹല്ലേലൂയ. ഒന്നുകൂടെ ആഴം വിളിച്ചു പറയാം. ഹല്ലേലൂയ. കേൾവിക്കകത്ത് ഹല്ലേലൂയ ഭയം വരാം. ഹല്ലേലൂയ. ആ മനുഷ്യൻ നിന്നെ വെല്ലുവിളിച്ചു. ഹല്ലേലൂയ. നിന്നെ മുമ്പോട്ട് വിടത്തില്ല, നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ വഴി അടയ്ക്കുമെന്നൊക്കെയുള്ള മാനുഷിക ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം വരാം. ഹല്ലേലൂയ. പകർച്ചവ്യാധി വന്ന സമയത്ത് ഹല്ലേലൂയ ഒരു മനുഷ്യനോട് കൈ കൊടുക്കാഞ്ഞതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കേട്ടു ഇത് പകരുന്നതാണ്. അതുകൊണ്ട് ഭയത്തിൽ നമ്മൾ അകലുകയായിരുന്നു ചെയ്തത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ 2 മേഖലയിലാണ് ഭയം എൻ്റെയും
നിങ്ങളുടെ ഉള്ളിലകത്തോട്ട് വരുന്നത്, ഒന്ന് കാണുന്ന മണ്ഡലത്തിൽ, രണ്ട് കേൾക്കുന്ന മണ്ഡലത്തിൽ. കേൾവിയാൽ ഭയം വരാം, കാഴ്ചയിൽ ഭയം വരാം. എന്നാൽ കർത്താവുമായുള്ള സ്നേഹത്തിനകത്ത് ജീവിക്കുന്നവരോട് കർത്താവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. പഴയ നിയമം നോക്കിയാലും പുതിയ നിയമം നോക്കിയാലും ദാവീദ്, ഹല്ലേലൂയ, 23-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. അനർത്ഥം വരുമെന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഭയം കൊണ്ടുവരുന്നത്. അറിയാം, ബിസിനസ് ഇല്ല, ജോലി നഷ്ടപ്പെട്ടു പോകുമോ, ശാരീരികമായ അസ്വസ്ഥതകൾ വരുമോ, ഇങ്ങനെ മുഴുവൻ മേഖലകളിൽ ഭയം വ്യാപരിക്കുമെന്നുള്ള ആ നിലകളിൽ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, തലമുറയുടെ കല്യാണം നടക്കുമോ, കടബാധ്യത വരുമോ, വിചാരിച്ച കാര്യങ്ങൾ അറിയാം നടക്കാതാകുമോ, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന, ഇങ്ങനെയൊക്കെ കേൾക്കുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ നിലകളിൽ നിങ്ങൾ ചിന്തിക്കുകയും ഭാരപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഭയം വരാൻ തുടങ്ങുന്നത്. വിശ്വാസികളായി നിൽക്കുന്നവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞാട്ടെ, ആകുലപ്പെടരുത്. ആകുലതയാണ് ഭയത്തിന്റെ രൂപത്തിലോട്ട് പിന്നത്തതിൽ വെളിപ്പെടുന്നത്. അറിയാം, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത്. ചിന്തയും ആകുലതയും വരുമ്പോൾ നിനക്ക് പറ്റുമെങ്കിൽ ആലയത്തിനകത്ത് ഒന്ന് കരമടിച്ച് ആരാധിക്കണം. കരമടിച്ച് ആരാധിക്കണം. അറിയാം, നിങ്ങൾ നോക്കേ, അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ പത്രോസിനെ പോലെ ആ കാരാഗ്രഹത്തിൽ കണ്ണു അടച്ച് കിടന്നങ്ങ് ഉറങ്ങണം. കേട്ട വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കരം ഉയർത്തിപ്പിടിച്ച് കണ്ണു അടച്ച് ഞാൻ ഉറങ്ങിയാന്നങ്ങ് പറയണം. ഉണർന്നിരിക്കുമ്പോഴാണ് ഈ ചിന്തയും ഭയവും ഭാരവും ഒക്കെ വരുന്നത്. ഹല്ലേലൂയ. ഉറക്കത്തിൽ നിന്നെ ഭയപ്പെടുത്താൻ നിന്റെ ചിന്തകൾക്ക് പറ്റത്തില്ലല്ലോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ. രണ്ട് നിലകളിൽ. ഹല്ലേലൂയ. ഒന്ന്, പത്രോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ അവൻ ചങ്ങല ധരിക്കപ്പെട്ടവനായി. 16 ചേകവരുടെ 16 പടയാളികളുടെ നടുവിൽ അവൻ സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം തലവെട്ടു എന്ന് പറഞ്ഞത്. പക്ഷേ അവൻ ഉണർന്നിരുന്ന് എന്നെ നിങ്ങളെ പോലെ, ഹല്ലേലൂയ, BP കൂട്ടിയിട്ടില്ല, ഹല്ലേലൂയ, ഉറക്കം കെടുത്തിയില്ല. അവൻ സുഖമായിട്ട് ഉറങ്ങി. കാരണം അവൻ വാഗ്ദത്തം കേട്ടവനാണ്. അവൻ വാഗ്ദത്തം കേട്ടവനാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തി, വാഗ്ദത്തം കേട്ടവരിനകത്തിരിപ്പുണ്ടെങ്കിൽ നീ തകരത്തില്ല. നിനക്ക് വേണ്ടി തമ്പുരാൻ വഴി തുറക്കും. നിനക്ക് വേണ്ടി വിടുതലുകൾ കൊണ്ടുവരും. നിന്റെ വിഷയത്തിനകത്ത് മറുപടി കൊണ്ടുവരും. ഇങ്ങനെ വാഗ്ദത്തം കേട്ടവരുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം വാക്ക് മാറാത്തവനാണ്. ഏത് പ്രതിസന്ധിയിലും. അവിടെയാണ് ദാവീദ് ജയിച്ചത് കേട്ടോ. ദാവീദ് ജയിക്കാനുള്ള ഒന്നാമത്തെ മേഖല ദാവീദ് വിളിച്ചു പറയുന്നത്, എൻ്റെ ദൈവത്തെ എൻ്റെ കൂടെ നടത്തുകയാണ്. അവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭാരപ്പെടത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പറയാമോ? അറിയാം, ഭയം വരുന്നത് കാഴ്ചയിലും കേൾവിയിലുമാണ്. അറിയാം, ഈ രണ്ട് മേഖലയിലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ, കേൾക്കുന്ന നിലയിൽ നിങ്ങളുടെ അകത്തരത്തിൽ വചനം വെളിപ്പെടുമെങ്കിൽ നിങ്ങൾ അതിനെ ജയിച്ചിരിക്കും. അറിയാം, കാണുന്ന മണ്ഡലത്തിൽ ദാവീദ് വിളിച്ചു പറയും, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ കണ്ടുകൊണ്ട്, ദൈവത്തെ കേട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേറ്റ് വരേണ്ടതിനായി ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ വചനമകത്തുള്ള ജനം അറിയാം, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, എന്നെ കടഭാരം തൊടത്തില്ല. ഏതെല്ലാം വഴികൾ എനിക്ക് ചുറ്റും അടയുമെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം ജീവിക്കുന്നിടത്തോളം കാലം അറിയാം, അതിനകത്തെല്ലാം പുതിയ വഴികൾ വെളിപ്പെടും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് കരമടിച്ചുകൊണ്ട്, ഇന്നെൻ്റെ വിടുതൽ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് ഭക്തന്റെ ജയം. അതാണ് ഭക്തന്റെ ജയം. അതാണ് ഭക്തന്റെ ജയം. ഒരുമിച്ച് എൻ്റെ കൂടെ. ദാവീദ് പറയുന്ന ആഴം, ഞാൻ കൂരിരുൾ താഴ്വരയിൽ, ഒറിജിനൽ ട്രാൻസ്ലേഷൻ, മരണത്തിന്റെ നിഴലിലൂടെ നടന്നാലും, മരണത്തിന്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും കാണത്തില്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ കോട്ടയാ, അവൻ എൻ്റെ സങ്കേതമാ, അവൻ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറയാ. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഉയർത്തി. എത്ര പേർക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നവർക്ക് ഉറപ്പുണ്ട്, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ലെന്ന്, എൻ്റെ ദൈവം സമ്മതിക്കാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ലെന്ന്? ആ ഉറപ്പുള്ളവർ മുഴുവൻ ആ വിശുദ്ധ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് 1-2 മിനിറ്റുകൾ കർത്താവിനോട് നന്ദി പറയാൻ പറ്റുന്നവർ നന്ദി പറഞ്ഞാട്ടെ. അപ്പം ഭയത്തിന് ദണ്ഡനമുണ്ടാകില്ല. ആകയാൽ ഹല്ലേലൂയ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. എങ്ങനെയാ തികഞ്ഞ സ്നേഹം പുറത്തു വരുന്നത്? നീ കർത്താവുമായിട്ടങ്ങ് ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ദാവീദ് അത് ഏറ്റവും ആഴമായി പറയുന്നത് 16-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങൾ പറയുന്നു, ഞാൻ യഹോവയിൽ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. 1-2-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. 2-ാമത്തെ വാക്യം ഹല്ലേലൂയ, ദാവീദ് വിളിച്ചു പറയാണ്, നീ എൻ്റെ കർത്താവാകുന്നു,
നീ ഒഴികെ എനിക്ക് വേറൊരു നന്മയുമില്ല. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറയാമോ? എത്ര പേർക്കൊന്ന് ഒരുമിച്ചൊന്ന് പറയാം, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, ഹല്ലേലൂയ, എൻ്റെ രാജാവ് ജീവിക്കുന്നിടത്തോളം കാലം എനിക്കൊരു അനർത്ഥവും വരത്തില്ല. ഹല്ലേലൂയ. ഇതിനകത്ത് നിൽക്കുന്നവർ മുഴുവൻ ഒരുമിച്ചൊന്ന് ചേർന്ന് പറയാമോ? യഹോവയോട് അവൻ പറഞ്ഞത്, നീ എൻ്റെ കർത്താവാണ്. രക്ഷിക്കപ്പെട്ടവർ മുഴുവൻ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറ. എൻ്റെ ദൈവം അറിയാതെ ഒരു മുടി താഴെ വീഴത്തില്ല. എൻ്റെ ദൈവം അറിയാതെ ഒരു മുടി കറുക്കുകയോ വെളുക്കുകയോ ചെയ്യത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഭയത്തെ പുറത്താക്കുന്ന മേഖലകളാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. തികഞ്ഞ സ്നേഹം എങ്ങനെയാ മനസ്സിലാകുന്നതെന്നറിയോ? ഹല്ലേലൂയ. എൻ്റെ കൂടെ വരുന്ന കർത്താവ് എന്നെ ഒരു നാൾ കൈവിടത്തില്ലെന്നുള്ള ഉറപ്പാണ്. എനിക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതുമെന്നുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞ ദാവീദിനോട് ചോദിച്ച ദാവീദ് പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുകൊണ്ടുവരത്തില്ല. ഇതിനകത്തിരിക്കുന്നവരൊന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് നീ പകുതി സൗഖ്യമാകും. ഇന്ന് ഇതിനകത്ത് നീ പകുതി ഫ്രീ ആകും. ഇല്ലെങ്കിൽ നീ അകത്ത് വെപ്രാളപ്പെട്ട് ശത്രുവിനെ വീണ്ടും അവകാശം കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരുമിച്ചൊന്ന് ചേർന്ന് പറയോ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഭയത്തിന് ദണ്ഡനമുണ്ട്. ആകയാൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ കർത്താവാണ് എൻ്റെ തുണ. അറിയാം, ഒന്ന് ഒരുമിച്ച് ഹല്ലേലൂയ. ആ വാക്യത്തെ ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ പറ്റുന്നവരുണ്ട്, പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാകുക. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഈ ഒറ്റ കാര്യം നിന്റെ അകത്തോട്ട് കയറിയാൽ നീ കർത്താവിലങ്ങ് തികയാൻ തുടങ്ങും. നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയോ? അവൻ്റെ തലയോളം വളരാനാ. എന്നെ കേൾക്കുന്നവര് പലവിധ വിചാരങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, പലവിധ ആവശ്യങ്ങളിൽ വന്നവരുണ്ട്. എങ്ങനാകും എന്താകും എന്ന് ആലോചിച്ചുകൊണ്ട് വന്നവരോട് കർത്താവ് വിളിച്ചു പറയുന്നു, ഞാൻ മതിയായവനാ. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ യെശയ്യാവ് 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, ഹല്ലേലൂയ, എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വായിക്കാൻ പറ്റുന്നവർ വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ വാക്യം മാത്രം അറിഞ്ഞാൽ മതി, നിന്റെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകും. 365 പ്രാവശ്യം ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ഭയപ്പെടേണ്ട. 365 പ്രാവശ്യം വാക്യത്തിനകത്ത് വ്യക്തമായി കൊടുത്തിരിക്കുന്നു, ഭയപ്പെടേണ്ട. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ വാക്യം എടുത്തിട്ട് നീ വിളിച്ചു പറയണം, രാവിലെ ഞാൻ ഭയപ്പെടത്തില്ല, കാരണം എൻ്റെ കർത്താവ് എന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അപ്പം ചിലവർ ഇതിനകത്തിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്, പാസേ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെ ജീവിക്കുന്നത്? അറിയാം, ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അവയെ പോറ്റി പുലർത്തുന്ന, അവയുടെ പിതാവെന്നല്ല പറഞ്ഞത്, നിന്റെയും എൻ്റെയും ദൈവം അവയെ നോക്കുന്നുണ്ടെങ്കിൽ നിന്നെ അതിനേക്കാൾ നോക്കിയിരിക്കും. അപ്പോൾ എങ്ങനെ ഇതിനകത്ത് ജയിക്കുന്നതെന്ന് വെച്ചാൽ ആശ്രയിക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ. ധൈര്യപ്പെട്ടുകൊണ്ടെന്ന് പറയാമോ? ഇതിനകത്ത് നിൽക്കുന്ന രോഗികൾ, ഇതിനകത്ത് നിൽക്കുന്ന പ്രശ്നക്കാർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ധൈര്യത്തോടെന്ന് പറയാം, ഇപ്പം സൗഖ്യം നടക്കുമെന്ന്. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൽ തികഞ്ഞവരായിട്ട് നിന്നുകൊണ്ട് എൻ്റെ ദൈവം വഴി നടത്തുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ വാക്യത്തിനകത്തോട്ട് നമ്മളൊന്ന് വരിക. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വാക്യത്തെ അതേപോലെ ഹൃദയത്തിൽ നിങ്ങൾ ഈ വാക്യങ്ങൾ അകത്ത് കയറണം. ഈ വാക്യമൊക്കെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയും, കാരണം അതാ എന്നെ നിർത്തിയിരിക്കുന്നത്. ഇതിനകത്ത് നിൽക്കുന്ന മറ്റാരെക്കാളും ഒത്തിരി ആവശ്യങ്ങളാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇന്നും ചിരിച്ച മുഖത്തോടെ നിങ്ങളെ നോക്കി പ്രസംഗിക്കുന്നതിൻ്റെ കാരണം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കണ്ട. അറിയോ, ഒന്ന് ചെവി പറയുക. എന്തുവാ പറയുന്നതെന്ന് അറിയാം കർത്താവ്? ചെവി വന്ന് പറയുക, നീ ഭയപ്പെടേണ്ട കേട്ടോ, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്നിട്ട് അറിയാം, മുമ്പിൽ വന്ന് പറയാ, നീ എന്നെ ഭ്രമിച്ച് നോക്കണ്ട. ഹല്ലേലൂയ. ഓഹോ, ഞാൻ നിന്റെ ദൈവമാ. ഈ രണ്ട് പദങ്ങളാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്നത്. ഒന്ന് ചെവി വന്ന് കർത്താവ് പറയാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടാ. എന്നിട്ട് മുമ്പിലോട്ട് വന്നിട്ട് പറയാ, ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ തന്നെയാണ് നിന്റെ ദൈവം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പദങ്ങൾ നിന്റെ അകത്തോട്ട് കയറിയാൽ ഇന്ന് പകൽ നിന്റെ ഭാവിയെ കുറിച്ച് നിനക്ക് ഭയമില്ലാതാകും. നിന്റെ അടുത്ത മണിക്കൂറുകളെ കുറിച്ച് നിനക്ക് ഭയമില്ലാതാകും. കാരണം എൻ്റെ കർത്താവ് നിന്റെ കൂടെ നിൽക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇതേപോലൊരു ദൈവത്തെ കിട്ടുമോ പ്രിയരെ? ഇതേപോലൊരു സ്നേഹിതനെ കിട്ടുമോ?
അപ്പൊ ഇങ്ങനെ ഒരു സ്നേഹിതനെ കണ്ടുമുട്ടാൻ പറ്റിയാൽ നീ വിളിച്ചു പറയും, അവനേക്കാൾ വലുതായി വേറെ ഒന്നിനെ ഞാൻ കാണുന്നില്ല. അതെന്താ പാസ്റ്റർ അങ്ങനെ പറയാൻ കാരണം? അറിയാം, നീ പറയുന്നത് ആഴമായി ശ്രദ്ധിച്ചോ. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? യേശയ്യാവ് 49:15 പറഞ്ഞു പോവുകയാട്ടോ, എടുത്തു വായിപ്പിക്കുന്നില്ല. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? എന്നിട്ട് ഈ രണ്ട് കാര്യങ്ങൾ പറയുക. അവൾ മറന്നാലും മറക്കത്തില്ല കേട്ടോ. കാരണം വേദനയോടെ പ്രസവിച്ച ഒരു അമ്മയും തൻ്റെ കുഞ്ഞിനെ മറക്കത്തില്ല. പക്ഷേ എന്നിട്ട് നമ്പുരാൻ പറയുക, അവര് ചിലപ്പോൾ മറന്നെന്നിരിക്കാം, പക്ഷെ ഞാൻ മറക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? നീ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചൊരു ദൈവമുണ്ട്. അവനെ ഇന്ന് ഈ ഹോളിൽ നീ ഒന്ന് അറിഞ്ഞാൽ അവനുമായിട്ട് നീ ഒന്നാകുക, അവനോട് ചേർന്ന് നീ ജീവിക്കാൻ തുടങ്ങുക. എന്നിട്ട് നീ അവനോട് പറയും, കർത്താവേ, ഞാൻ അങ്ങേ ആഴത്തിൽ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ ആഴത്തിൽ സ്നേഹിക്കുന്നു. ഓ ഹല്ലേലൂയ. സ്നേഹത്തിൽ ഭയമില്ലാത്ത ഒരു അനുഭവം വരും. അതാ നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരാൻ പോകുന്നത്. ഹല്ലേലൂയ. നീ എല്ലായിടത്തും ദൈവത്തെ കയറി പിടിക്കും. എന്നിട്ട് നീ വിളിച്ചു പറയും, ആ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ പട്ടിണിക്ക് പറ്റത്തില്ല, ആപത്തിന് പറ്റത്തില്ല, വാളിന് കഴിയത്തില്ല. ഈ ലോകത്തിൽ മാത്രമല്ല, വരാനുള്ള ലോകത്തിലും ഒന്നിനും കഴിയത്തില്ല. അതാണ് പൗലോസ് വ്യക്തമായി വിളിച്ചു പറയുന്നത്. ഇതൊരു സ്നേഹബന്ധമാണ്. സ്നേഹത്തിനകത്ത് ഭയമില്ലാത്തത് കൊണ്ട്, ഓ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവിനോട് ചേർന്നുകൊണ്ട് ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയാമോ? നിന്റെ സൗഖ്യത്തിന്റെ രഹസ്യമാണ് ഞാൻ ഈ പറയുന്നത്. തികഞ്ഞ സ്നേഹത്തിന്റെ പ്രത്യേകത 1 യോഹന്നാൻ 3:16 അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ. ഓ, എന്തുവാ സ്നേഹം ഒന്ന് പിടികിട്ടുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല കേട്ടോ. സ്നേഹത്തിന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതാ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരു വാക്യം കൂടെ വായിക്കാമെങ്കിൽ വായിച്ചോണ്ടേ. റോമാലേഖനം 5:7 നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ. ഓ അറിയാം, പിതാവിന്റെ സ്നേഹം പുത്രനെ തന്നുകൊണ്ടുള്ള സ്നേഹത്തെ അവൻ പ്രകടിപ്പിക്കുകയാണ്. ഹരി, ഒരിക്കലും നിന്നെ വിട്ടുകളയാൻ അവൻ തയ്യാറല്ല. ഒരിക്കലും നിന്നെ നാശത്തിന്റെ കുഴിയിൽ തള്ളിക്കളയാൻ അവൻ തയ്യാറല്ല. പിതാവ് വിളിച്ചു പറയുന്നു, നീ പാപിയായിരിക്കുമ്പോൾ, എനിക്ക് വിരോധമായി നിൽക്കുമ്പോൾ എൻ്റെ പുത്രനെ തന്നുകൊണ്ട് ഞാൻ സ്നേഹിക്കുക. എന്നിട്ട് ആ സ്നേഹത്തെ ഒന്നുകൂടെ യോഹന്നാൻ വെളിപ്പെടുത്തുക. 1 യോഹന്നാൻ 3:16 അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ. തമ്പുരാൻ വിളിച്ചു പറയുന്നു, നീ ബലഹീനനാണെന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികയുമടാ. ഓ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ മിനിറ്റിൽ ആ സ്നേഹം നിന്റെ മേലിൽ ഇറങ്ങി വരണം. ഈ മീറ്റിംഗ് ഏതോ ഒരു ഭയങ്കര തലത്തിലോട്ട് മാറുകയാണ്. ഞാൻ വിളിച്ചു പറയുന്നു, റിയൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ അറിയാം, നിന്റെ ഏത് പ്രയാസഘട്ടത്തിലും ആ സ്നേഹിതന് ഇടിവിൽ കയറി. ഇന്നും സ്വർഗം നീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിതാവിന്റെ വലതു ഭാഗത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു യേശു നിൽപ്പുണ്ട്. അവന്റെ കൈകൾ കാലുകൾ മുറിക്കപ്പെട്ടതാണ്, അവന്റെ മുഖം, അവന്റെ കണ്ണുകൾ തകർക്കപ്പെട്ടതാണ്. പക്ഷേ കർത്താവ് വിളിച്ചു പറയുന്നു, ഈ മിനിറ്റിലും നിനക്ക് വേണ്ടി അവൻ ഇടിവിൽ നിൽക്കുക. ഓ, ഞാനൊരു പദം കയറി പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ദൈവത്തിന്റെ അനുകൂലത ഈ ആരാധനയിൽ നീ പ്രാപിക്കുക. ഒരു മാസമായി. ഒരു മാസത്തിന് മുമ്പേ ബ്രദർ അറിയാം ഇവിടെ വന്നതാണ്. ആ സമയത്ത് അരയിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് 5 മിനിറ്റ് നടക്കാൻ എനിക്ക് പറ്റത്തില്ല. അറിയാം, കുനിഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല, നിൽക്കാനൊക്കത്തില്ല, ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല. നടുവിന് വേദനയോട്ട് നിന്ന് ഒരാളെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ സമയത്താണ് മിന്നൽ പോലെ ഒരു ശക്തി ഈ മകന്റെ മേളിലോട്ട് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടത്. വിശ്വസിക്കുന്നവർ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു. വിശ്വസിച്ചുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന മിനിറ്റുകളാണ്. എന്തോ പറയാ, കുനിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ആ ബെൽറ്റ് ഊരിക്കോ, ഊരിയിട്ട് കുനിയ.
ഞാൻ യാത്ര ചെയ്യുമ്പോഴും എവിടെ പോയാലും ഇപ്പം ഞാൻ ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല. ദൈവം എന്നെ ഇത്രത്തോളം വഴി നടത്തിയത്. ഹല്ലേലൂയ. മകൻ ഇന്ന് ബെൽറ്റ് ഉപയോഗിക്കാതെയാണ് യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്ത് ആരും വിശ്വസിക്കാൻ ഹല്ലേലൂയ ബെൽറ്റ് ഇട്ടിട്ടില്ല താൻ. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തിനായിട്ട് സ്തോത്രം. ഒന്നോ കുനിഞ്ഞുകൂടൊന്ന് കാണിക്കാൻ പറ്റിയാൽ ഹല്ലേലൂയ. കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് ഹല്ലേലൂയ. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവർ ഹല്ലേലൂയ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനെ കർത്താവ് ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയാൽ ദൈവം ഒരാൾക്ക് സൗഖ്യം കൊടുത്താൽ അത് നിലനിൽക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ഇടയ്ക്കൊരു ചെറിയൊരു പ്രതികൂലം വന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഇച്ചായന് പ്രയോറിറ്റി ഇല്ല, അതുകൊണ്ട് ക്യാമ്പിൽ കൊണ്ടിരുത്തിയാൽ ഫുൾ സാലറി കിട്ടത്തില്ല, പകുതി സാലറി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇച്ചായൻ വിഷമിക്കണ്ട, ഇച്ചായൻ ഓടി നടന്ന് പണി ചെയ്യും, ഇച്ചായന് പ്രയോറിറ്റി ഉണ്ടാവാൻ പോവുക, ഇച്ചായനില്ലാതെ ആ പണി നടക്കത്തില്ല. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിച്ച് അങ്ങനെ പാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു കുറേ പേർപ്പസ് എല്ലാം ശരിയാവാൻ പോകുന്നു എന്ന് പാസ്റ്റർ എൻ്റെ അടുത്ത് ദൂത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പാസ്റ്റർ ദൂത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞ ഒരു ദൂതും എനിക്ക് നടക്കാതെ പോയിട്ടില്ല, ഒന്നും നടക്കാതെ പോയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാനൊന്ന് ജീവിച്ച് തുടങ്ങി, ഞാനൊന്ന് ചിരിച്ചു തുടങ്ങി ഈ ചർച്ചയ്ക്ക് കയറിയതിന് ശേഷം. അപ്പം ഞാൻ പറഞ്ഞു പാസ്റ്റർ പറഞ്ഞ ഒരു ദൂതും നടക്കാതെ പോയിട്ടില്ല, എൻ്റെ കർത്താവ് അത് ചെയ്യും, ഇച്ചായ വിഷമിക്കേണ്ടെന്ന്. ഇപ്പം ഇച്ചായം പറയാം എനിക്ക് ഇരിക്കാൻ സമയമില്ല, നീ ഇല്ലാതെ ജോലി ഇല്ല, നടക്കത്തില്ല എന്നാ പറഞ്ഞ. ആ ഇച്ചായൻ്റെ അത് മാത്രമല്ല, ഇച്ചായൻ്റെ ഫോർമാൻ എന്ന പദവിയിലാണെങ്കിലും പേപ്പേഴ്സ് റെഡി ആയിട്ടില്ലായിരുന്നു. ആ 4 ഫോർമാൻമാരിൽ ഒരാൾ ഫോർമാനായിട്ട് പേപ്പേഴ്സ് റെഡിയാവാൻ പോയിട്ടുണ്ടെന്ന് ഹെഡ് ഓഫീസിലോട്ട്. എൻ്റെ കർത്താവിന് ഒത്തിരി ഒത്തിരി നന്ദി. പാസ്റ്ററിന് എനിക്ക് വേണ്ടി ഞാൻ എപ്പോൾ വിളിച്ചാലും എപ്പോൾ വന്ന് പറഞ്ഞാലും ആത്മാർത്ഥമായിട്ട് ഇതുപോലൊരു സ്പിരിച്വൽ ഫാദറിനെ തന്നതിന് ഒത്തിരി നന്ദി എൻ്റെ യേശുപ്പന്. ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ എത്ര പേരുടെ കൂടെ ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ ജോലിയുടെ വഴി തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആ കടബാധ്യതയിൽ, ആ ലോണിൻ്റെ വിഷയത്തിനകത്ത്, ആ വസ്തുവിൻ്റെ വിഷയത്തിനകത്ത്, ആ ഭവന സംബന്ധമായ വിഷയത്തിനകത്ത്, ആ രോഗത്തിനകത്ത് ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുന്നത്. അത്ര വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈ രാവിലെ മുതൽ എന്നോട് കർത്താവ് സംസാരിക്കുന്നു. ജീവിതങ്ങളിൽ അർഹതയില്ലാത്തടത്തോട്ട് കൊണ്ടുപോകാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. രാജാക്കന്മാരുടെ കൂടെ ഇരുത്താൻ കഴിയുന്ന തള്ളപ്പെട്ടതിനെ അറിയാം തൻ്റെ മഹത്വത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത കർത്താവ്. വിശ്വാസ കണ്ണിൽ നമുക്കതിനെ സ്വീകരിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ വലിയ വിടുതലുകൾ സംഭവിക്കണമേ, വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വലിയ ഫേവർ വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിന് വലിയ കരം വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണമേ അപ്പ. ഇപ്പോൾ തന്നെ ഒരു വലിയ ദൈവപ്രവർത്തിക്കായി, ഇപ്പോൾ തന്നെ ഒരു വലിയ അത്ഭുതം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ മീനു എന്ന് കാണിക്കുന്ന ഒരു പേര് എന്നെ കർത്താവ് കാണിക്കുന്നു. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അടഞ്ഞ വഴികളും, കുടുംബം തകർന്ന അനുഭവത്തിനകത്തുന്ന ഒരു അത്ഭുതം കർത്താവെ. അതേപോലെ തന്നെ ഗിരീഷ് എന്ന് കർത്താവ് ഒരു പേര് കാണിക്കുന്നു. ഗിരീഷ് ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വഴി ദൈവം തുറക്കുകയാണ് കർത്താവെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഷീല എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഷീലയ്ക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ദൈവം കരുതിയിരിക്കുകയാണല്ലോ അപ്പാ. കർത്താവെ, ഞാൻ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾ സാമ്പത്തികമായി ഉയരാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട് കർത്താവെ. അങ്ങയുടെ കരം ഇവരെ ഉയർത്തണമേ, അങ്ങിവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഇതുവരെയും വെളിപ്പെടാത്ത ചില നന്മകൾ, ഇതുവരെയും വെളിപ്പെടാത്ത ചില വിടുതലുകൾ കർത്താവ് ഇവർക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ അപ്പാ. അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. ഇപ്പോൾ തന്നെ കുടുംബ പ്രശ്നങ്ങൾ മാറട്ടെ, മദ്യപാന ശക്തികൾ ആ ഭവനത്തിൽ നിന്ന് മാറട്ടെ കർത്താവെ. ഹല്ലേലൂയ. ജോലിയില്ലായ്മകൾ നടുവിൽ അത്ഭുത വഴികൾ തുറക്കണമേ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അറിയ കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ ദുഷ്കാലം പോലെ പ്രശ്നങ്ങൾ, പ്രതികൂലത്തിലായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഇവർ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് അതിനെ ജയിക്കാൻ പോകുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ അപ്പാ. ഒരത്ഭുത വിടുതൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അപ്പാ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. കാലിനുണ്ടായ ആ ആക്സിഡൻറ്റിനെ തുടർന്ന്, ഹല്ലേലൂയ, വീഴ്ചയെ തുടർന്ന് കർത്താവെ, നടുവിന് ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് കർത്താവെ, ഇപ്പോഴും സൗഖ്യമില്ലാതെ നിൽക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരവിയർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിച്ചതിനായി സ്തോത്രം കർത്താവെ. അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.
പ്രിയരെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും അത് അറ്റൻഡ് ചെയ്യണം. അനേക ആയിരങ്ങൾക്ക് ഇത് വിടുതലായിട്ടുണ്ട്. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഈ ആരാധന നടത്തപ്പെടുന്നു. ഹല്ലേലൂയ, ഒത്തിരി പേർക്ക് വലിയ സൗഖ്യങ്ങൾ, വലിയ വിടുതലുകൾ നടന്നിട്ടുണ്ട്. നേരിട്ട് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർപ്പിക്കുന്നു. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഇതിനകത്ത് എല്ലാ ദിവസവും ലൈവ് മീറ്റിങ്ങുകൾ നടക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെട്ടുവട്ടെ. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിൽ നമ്മുടെ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ നേരിട്ട് കടന്നു വരാൻ പറ്റുന്നവർ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം വിശ്വസ്തനാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ, ആമേൻ, ആമേൻ. എങ്കിൽ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണമേ. നിങ്ങളും അതിൻ്റെ ഭാഗവത്താകണം. പാവങ്ങളുടെ ആഹാരത്തിന് വേണ്ടി സഹായിക്കാൻ പറ്റുന്നവർ ചെയ്യണം. വലിയ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.